ഭഗവാനെ, ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചം തെളിയിക്കാൻ കഴിവുള്ള ആളാണ്. എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരണേ. നാളെ അന്വേഷണത്തിന് ഇറങ്ങുമ്പോൾ അവളുടെ ശബ്ദമെങ്കിലും എവിടെന്നെങ്കിലും കേൾപ്പിക്കണേ കൃഷ്ണ. കുഴപ്പമില്ല, പേടിക്കണ്ട, പേടിക്കല്ലേ, ഞാനുണ്ട് കൂടെ. ഇനിയിപ്പോ രാത്രി തെരച്ചിലില്ല. നാളെ ആകുമ്പോഴേക്കും ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. ആരെ കാണിക്കാനാ നീ ഇപ്പൊ കരയുന്നേ? നമുക്കിടയിൽ ഏതായാലും ഇതിന്റെ ആവശ്യമില്ല. വരുൺ നഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ ചെറിയമ്മ. അത് എടുത്ത് ചാടിയവൻ ഓർക്കണമായിരുന്നു. ഞാനത് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛൻ എന്നെ തല്ലി എന്റെ കഴുത്തിന് കയറി പിടിച്ചു. പക്ഷേ എന്താ ഞാൻ പറഞ്ഞത് വാസ്തവമില്ലേ? നിനക്ക് തോന്നിയിട്ടില്ല അങ്ങനെ? എല്ലാവരും വലിയ വിശ്വാസികളാണല്ലോ. വേറെ ആർക്കെങ്കിലും ആണിത് സംഭവിച്ചെങ്കിൽ പാപം ചിന്തിച്ചിട്ടാണ്, പാപം ചെയ്തിട്ടാണെന്നൊക്കെ പറയുമല്ലോ. ഇവരുടെ കാര്യത്തിൽ പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? കൽപ്പനെ പതുക്കെ. നാളെ തെരച്ചിലൂടെ കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടും. അതെന്ത് തന്നെ ആയാലും എല്ലാവരും അത് ഫേസ് ചെയ്തേ പറ്റൂ. പ്രിയങ്ക, നിന്നോടായി പറയുന്നേ. കരഞ്ഞു കരഞ്ഞ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോണ്ടല്ലോ എല്ലാരും കൂടെ അകത്തുപോകും. രാധിക എന്നേക്കുമായി തീർന്നു, വരുണിനെ തിരിച്ചു കിട്ടിയെന്നുള്ളൊരു വാർത്ത. അതാ നമുക്കൊക്കെ നല്ലത്. എന്തായാലും നീ കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. ഞങ്ങളാരെങ്കിലും കൂട്ടുകിടക്കണോ? വേണ്ട. പ്രിയങ്ക, വാക്ക് മാറാൻ പ്രിയങ്കയ്ക്ക് പ്രശ്നമില്ലെന്നറിയാം. നീ അത് മുമ്പ് പലതവണ തെളിയിച്ചതുമാണ്. ഇവിടെ ഞങ്ങളെ ചതിക്കാൻ നോക്കിയ നീ മാത്രമായിരിക്കും കുടുങ്ങുക. രാത്രി അവിടെ കരച്ചിൽ ഞാൻ കേട്ടായിരുന്നു. അതെ, ഇനി നമുക്ക് പതിയെ പോകാൻ തുടങ്ങിയല്ലോ. വീണ വീഴ്ചയിൽ അവസാനിച്ചു എന്ന് ഞാൻ കരുതിയത്. ഒന്നിച്ച് അവസാനിച്ചോട്ടെ എന്നാ ഞാനും കരുതിയത്. അങ്ങനെയൊന്നും ദൈവം നമ്മളെ കൈവിടില്ലല്ലോ. ഒരുപാട് ജീവിക്കാനുണ്ട് നമുക്ക്. ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ ഒന്നിച്ചായിരുന്നു. ഒരു രാത്രി മുഴുവൻ ഞാൻ എൻ്റെ പെണ്ണിനെയും കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങി.
മരണത്തിന് മുമ്പിലാണെങ്കിലും ദൈവം അനുവദിച്ചു തന്നൊരു ദിവസം. നമുക്ക് പോവാം.